ഹലോ ഗൈസ്, ഇന്ത്യൻ ഫാമിലി വ്ലോഗ്സ് ബൈ മല്ലുവിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അഹമ്മദ് സെബിൻ. ഞാൻ അയർലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളടുത്ത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് അയർലൻഡിൽ ജീവിക്കാൻ എന്തുമാത്രം ചിലവ് വരുമെന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. സോ എന്തുമാത്രം ചിലവ് വരുന്ന ഫുൾ എക്സ്പെൻസിനെ കുറിച്ചല്ല, നമ്മുടെ ഫുഡ് സംബന്ധമായ എക്സ്പെൻസ്, ആഹാരത്തിന് എന്തുമാത്രം എക്സ്പെൻസ് നമുക്ക് ഒരു ഫാമിലിയായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം എക്സ്പെൻസ് നമുക്ക് ആവശ്യം വരും. നമ്മള് ഏഷ്യൻ ഷോപ്പിലെ കാര്യങ്ങൾ ആദ്യം കാണിക്കാം. നമ്മൾ ഈ മാസത്തെ മൊത്തത്തിലുള്ള ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. ഏകദേശം ഒരു 15 ദിവസത്തേക്കുള്ള ഒരു പകുതി മാസത്തേക്കുള്ള ഷോപ്പിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഏഷ്യൻ ഷോപ്പിൽ നിന്ന് നമ്മളങ്ങനെ ഇനിയും പോയി വാങ്ങില്ല. നമ്മളിനി ഇറച്ചിയും കാര്യങ്ങളും മാത്രമേ ഏഷ്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങത്തുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ കിട്ടുന്ന കുറച്ച് ഐറ്റംസ്, നമ്മുടെ നാട്ടിലുള്ള എന്തൊക്കെ ഐറ്റംസ് ഇവിടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് സെപ്പറേറ്റ് ഏഷ്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ മാത്രം ഞാൻ ആദ്യമേ ഒന്ന് മാറ്റി വെച്ചത്. പിന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയയും തരാം ഇവിടെ എത്ര രൂപ ചിലവ് വരും നമുക്കിവിടെ ജീവിക്കാൻ. പൊതുവെ നമ്മൾ ആഹാരത്തിന് വേണ്ടി മാത്രം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതോ അല്ലെങ്കിൽ അതൊന്നും കൂട്ടത്തില്ല. അല്ലാതെ നമ്മൾ പൊതുവെ ഇപ്പൊ ഈ 15 ദിവസത്തേക്കുള്ള സാധനങ്ങൾ ആദ്യം ഞാൻ ഏഷ്യൻ ഷോപ്പിൽ നിന്നുള്ള സാധനങ്ങൾ, ഏഷ്യൻ ഷോപ്പിൽ നിന്ന് ഇനി വീണ്ടും ഒരു ഷോപ്പിംഗ് കാണത്തില്ല. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ഞാൻ ഷോപ്പ് ചെയ്യത്തുള്ളൂ. പിന്നെ ഞാൻ ഇറച്ചിയും കാര്യങ്ങളും പിന്നെയും പോയി വാങ്ങിക്കും. അതല്ലാതെ ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പം നമുക്ക് എന്തൊക്കെ കിട്ടുമെന്നൊരു ആകാംക്ഷ നിങ്ങൾക്കില്ലേ? നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന്. ഞാൻ പറയുന്നത് നമുക്ക് ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ തന്നെ കിട്ടും. പക്ഷേ അതിന് പോരായ്മകളുണ്ട്. പോരായ്മകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രോസൺ സാധനങ്ങളായിരിക്കും. പിന്നെ ഇവിടെ മാത്രം കിട്ടുന്ന ടൈപ്പ് കുറച്ച് ഫിഷ് ഉണ്ട്. അത് നമ്മൾ കാണിക്കാം. ഇത് സീ ബ്രിം എന്ന് പറയുന്ന ഫിഷാണ് കേട്ടോ. ഇത് സീ ബ്രിം എന്ന് പറയുന്ന ഫിഷാണ്. നല്ല ടേസ്റ്റ് ആണ്, അത്യാവശ്യം നല്ല ടേസ്റ്റ്. ഇത് ആക്ച്വലി ഇത് ഫ്രഷ് വാട്ടർ ഫിഷാണേ. ഇതാണ് നമ്മള് സീ ബ്രിം. നല്ല ടേസ്റ്റുള്ള ഫിഷ് കേട്ടോ. ഇത് പക്ഷേ ഫാം ഫിഷാണ്. നമ്മുടെ നാട്ടിൽ ആയിട്ട് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സാധനം ഉണ്ട്, കാണുമായിരിക്കും. ഇത് നമ്മുടെ സാൽമൺ ആണ്. നമ്മള് നെമ്മീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. നെമ്മീന്റെ ഒരു ഐറ്റം. നെമ്മീൻ നമുക്ക് ഫ്രോസൺ ആ കിട്ടുന്നത്. ഫ്രോസനെ ഇവിടെ കിട്ടും നെമ്മീൻ. സോ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു മീനാണിത്. ആക്ച്വലി ഇത് മീനാണ്. ഇത് സാൽമൺ ആണ്. ഇത് നല്ല ഒരുപാട് എന്താ പറയുക, ഇവര് പറയുന്ന ഒരുപാട് വൈറ്റമിനും കാര്യങ്ങളൊക്കെ ഉള്ള ഫിഷാന്ന് ഇവര് പറയുന്ന ഒരു ഐറ്റം ആണ്. ഇതാണ് ഐറ്റം. ദീനെ പിടിച്ചിരുത്തി നീളം നോക്കണം. ഇതാണ് ഐറ്റം. ഇത് നമ്മുടെ നെമ്മീന് പകരം നമ്മളിവിടെ കഴിക്കുന്ന ഒരു മീനാണ്. നെമ്മീന്റെ അത്രയും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. നെമ്മീന്റെ അത്രയും ടേസ്റ്റ് ഇല്ല, പക്ഷെ എങ്കിലും ഒരുപാട് ഗുണങ്ങളുള്ള ഫിഷാന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് കേട്ടോ. അതൊക്കെ പേടിയാ. നീ വാ ഇല്ല, വാ വാ. അതൊക്കെ പേടിയാണ്. ഇതുപോലെ നമുക്ക് ഫ്രോസൺ ഫ്രോസൺ വെജിറ്റബിൾ പഫ്സ്. ഇന്ന് ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇതുവരെ വെജിറ്റബിൾ പഫ്സ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് വെജിറ്റബിൾ പഫ്സ് വാങ്ങിക്കുന്നത്. കാരണം ഞാൻ വാങ്ങുന്നത് ഫ്രോസൺ വടയോ ഫ്രോസൺ നമ്മുടെ പഴംപൊരിയൊക്കെ കിട്ടും. അതിവിടെ ഇരിപ്പുണ്ട് ഓൾറെഡി. കഴിഞ്ഞ മാസം വാങ്ങിച്ചത്. ഇത് ഫ്രോസൺ പിന്നെ ഫ്രോസൺ കപ്പയാണ്. ഇത് ഫ്രോസൺ കപ്പ, ടപ്പിയോക്ക സ്ലൈസ്ഡ്. സോ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഐസ് പോക്കി എടുത്തിട്ട് കപ്പ റെഡിയാക്കാം. പിന്നെ ഇത് നമ്മുടെ തേങ്ങ. ഇവിടെ നമുക്ക് തേങ്ങയായിട്ട് കിട്ടും. ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് കൊണ്ടുവരുന്ന തേങ്ങ കിട്ടും. പക്ഷെ നമ്മളൊരു 10 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു 8 എണ്ണവും പനലായിരിക്കും നമ്മൾ വാങ്ങിച്ചിവിടെ കൊണ്ടുവരുമ്പോൾ. പിന്നെ വാങ്ങാൻ നല്ല അറിയാവുന്നവരായിരിക്കണം. നമുക്ക് അതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നും എനിക്കില്ല. ഇപ്പൊ ഫ്രോസൺ തേങ്ങ, ഇത് നമ്മൾ തേങ്ങ തിരുവിയത് തന്നെ ഫ്രോസൺ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അങ്ങനെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചമ്മന്തി അരയ്ക്കാനൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെറോട്ട ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് സോസേജ് വാങ്ങിച്ചിട്ടുണ്ട്. ചിക്കൻ സോസേജ് കുറച്ച് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അത്യാവശ്യം നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്നുള്ളതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ പച്ചരി ഉണ്ട്. നാടൻ പച്ചരി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നാടൻ പച്ചരി. പിന്നെ നമ്മുടെ ഇത് മസാല റൈസ്, നമ്മളെ ചുവന്നരി. അത് കുറച്ച് ബ്രാൻഡുകൾ കിട്ടും. ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇന്ന് നമ്മൾ പോയപ്പോഴത്തേക്കും ഇത് കിട്ടിയില്ല, പച്ചക്കറി ഒന്നും കിട്ടിയില്ല. കുറച്ചേ കിട്ടിയുള്ളൂ. നമ്മുടെ പച്ചമുളക്, പിന്നെ
ഞാൻ എപ്പോഴും പോകുമ്പോഴും വാങ്ങിക്കുന്ന 1-2 സാധനങ്ങൾ വന്നാൽ ഒരു പായസം മിക്സ്, അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ, കോഫി, അതെല്ലാം നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളാണ്. ഫ്രോസൺ ഐറ്റംസ് ആണ് നമുക്ക് നാട്ടിൽ കാണും ഇപ്പോഴും. ഇത് ആക്ച്വലി നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ ഒരു നൊസ്റ്റാൾജിയയുടെ പേരിലാണ് നമ്മൾ ഇത് വാങ്ങിക്കുന്നത്. നൊസ്റ്റാൾജിയുടെ പേര് മാത്രം നമ്മൾ വാങ്ങിക്കുന്ന 1-2 ഐറ്റംസ്. ഇതിന് നല്ല പൈസ. ഇതിനെത്ര ഞാൻ നോക്കിയില്ല, ഞാൻ പറയാം ഞാൻ മൊത്തത്തില്. പക്ഷെ നമ്മൾ നൊസ്റ്റാൾജി, അതായത് നമ്മുടെ നാട്ടിലത്തെ ഇതൊന്നും ആക്ച്വലി നമ്മൾ ഈ പഫ്സ് ഒക്കെ തിന്നുന്നത് ആക്ച്വലി നമുക്ക് ഒരു ആഗ്രഹത്തിന്റെ മോളിൽ വാങ്ങിക്കുന്നത്. നമുക്ക് ആ ഒരു പഴയ ഓർമ്മകളുടെ ആക്ച്വലി റേറ്റ് കൂടുതലാണ്. നമ്മൾ നോക്കുമ്പോ ഇവിടെ ഭയങ്കര പൈസയാണിത്. പിന്നെ ഇത് ബസുമതി റൈസ്, അത് 5 കിലോ നമ്മൾ വാങ്ങിച്ചു. പിന്നെ നമ്മളെ സ്ഥിരം ഐറ്റംസ്, നമ്മളെ ഉഴുന്ന്, പുളി, നമ്മളെ ഇത് എന്താ പറയുന്നത്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി. ഇതാ വേറൊരു ഐറ്റം. ഇത് ഞാൻ കൊച്ചില് കഴിച്ചുകൊണ്ടിരുന്ന ഗുഡ്ഡയുടെ. നിങ്ങൾക്കിത് കാണുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നും, പക്ഷെ നമുക്ക് ഇതൊക്കെ ഭയങ്കര സംഭവമാണ് കേട്ടോ. പാർലേജിയുടെ ബിസ്ക്കറ്റ്, യൂറോപ്പിൽ പോകുന്നവരെല്ലാം ഇതൊക്കെ നമ്മളിത് കാണുമ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ വാങ്ങിക്കുന്ന വെച്ചാൽ നമ്മളൊരു എന്താ പറയാ, ഒരു നൊസ്റ്റാൾജിയാണ്, നമുക്കൊരു ആഗ്രഹമാണ്. ഇപ്പൊ അവിടെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നവർക്ക് അത് തോന്നേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഇതൊക്കെ എല്ലാം കിട്ടുന്നുണ്ട്. നമുക്കതിന്റെ ഇത് ബിരിയാണി മസാല, മഞ്ഞപ്പൊടി, ഗരം മസാല, നമ്മുടെ നാട്ടിലെ ചെറിയ ഉള്ളി, പിന്നെ ഇത് വേറെ ജ്യൂസ് വേറെ കിട്ടൂടെ. പച്ചക്കറി, ഇത് വെണ്ടയ്ക്ക, പിന്നെ കുറച്ച് ക്രാക്ക് ജാക്കിന്റെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കേട്ടോ. ഇതെല്ലാം എൻ്റെ ആഗ്രഹത്തിന് മുകളിൽ വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. ഇത് ക്രാക്ക് ജാക്കിന്റെ ബിസ്ക്കറ്റ്, ഗുഡ്ഡയുടെ ബിസ്ക്കറ്റ് ഒക്കെ. പിന്നെ ഇതെന്തുണ്ട്, ഇതെന്തുവാ, ബീട്രൂട്ടോ, ബീട്രൂട്ട് ഒക്കെ നമുക്ക് കിട്ടും. അത് വേറെ നമ്മുടെ കിട്ടുന്ന സാധനങ്ങളാട്ടോ. ഇഞ്ചി, ഇത് നാട്ടിലെ നല്ല ഇഞ്ചി. ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഏഷ്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. ഇനി ഞാൻ വേറൊരു ഐറ്റം കാണിച്ചു തരാം. ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനം തന്നെയാണ്. പക്ഷേ ഞാൻ ഏഷ്യൻ ഷോപ്പിൽ നിന്ന് നമ്മളെപ്പോഴും ഇറച്ചി ഐറ്റംസ് ഞാൻ വാങ്ങിക്കുന്നത്. അത് ഒന്നാമത്തെ കാരണം ഹലാലായിട്ടുള്ള ഇറച്ചി കിട്ടും, ഹലാൽ ഇറച്ചി കിട്ടും. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബീഫിന്റെ ഇവിടുത്തെ ബീഫ്, നമ്മൾ ഈ ബീഫ് കുറച്ചുകൂടെ ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട്. വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത് എന്താണെങ്കിലും ഞാൻ എപ്പോഴും ഏഷ്യൻ ഷോപ്പിൽ നിന്ന് തന്നെ പ്രിഫർ ചെയ്യുന്നത്. സോ നമുക്ക് ഏഷ്യൻ ഷോപ്പിൽ നിന്ന് മാത്രം ഇപ്പൊ ഇത്രയും സാധനങ്ങൾ മാത്രം വാങ്ങിക്കുന്നതിന് ഏകദേശം ഞാൻ ആ മീനും ഇറച്ചി എല്ലാം ഉൾപ്പെടെ ഏകദേശം ഒരു 220 യൂറോ ആയിട്ടുണ്ട്. അപ്പൊ ഒരു നാട്ടിലത്തെ 15,000 രൂപ പുറത്ത് വരും ഇത്രയും സാധനം വാങ്ങിക്കാൻ. അതാണ് ഇവിടുത്തെ ഒരു സാധനത്തിന്റെ വില, പ്രത്യേകിച്ച് ഏഷ്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ ഒരു വില. ഇനി ഞാൻ ടെസ്കോയിൽ നിന്ന് വാങ്ങിച്ചതും ലിറ്റിലിൽ നിന്ന് വാങ്ങിച്ചതും നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് സെപ്പറേറ്റ് ആണ് കേട്ടോ. ടെസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്നതും ലിറ്റിലിൽ നിന്ന് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇതൊക്കെ 15 ദിവസത്തേക്ക് വാങ്ങി വീണ്ടും ഒരു 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പോയി വാങ്ങിക്കണം. എങ്കിലേ നമുക്ക് നിൽക്കത്തുള്ളൂ. ഒരുപാട് ദിവസം വാങ്ങിച്ചുകൊണ്ട് വെക്കാനൊന്നും പറ്റില്ല. ഇത് നമ്മൾ ഏഷ്യൻ ഷോപ്പിൽ നമ്മൾ ആക്ച്വലി പൊതുവെ എനിക്കറിയില്ല, പലരും പല രീതിയിലായിരിക്കും. നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമേ പോകത്തുള്ളൂ. പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കും. പിന്നെ ചിലപ്പം ഇറച്ചി തീരുന്നതിനനുസരിച്ച് നമ്മൾ ഏഷ്യൻ ഷോപ്പിൽ പോയി വാങ്ങിക്കാം. നമ്മൾ അത് മാത്രമേ. മീനിന്റെ വില എത്ര സെബി? സാൽമണിന്റെ മാത്രം ഏകദേശം 5 കിലോയ്ക്ക് ഏകദേശം ഒരു 48 യൂറോ, 50 യൂറോ. നമ്മുടെ നാട്ടിലത്തെ വില തന്നെയാണ്. മീനൊക്കെ നമ്മുടെ നാട്ടിലത്തെ വില തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ അത്രയും വെറൈറ്റി ഒന്നും ഇവിടെ ഇല്ല. കുറച്ച് വെറൈറ്റി മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമുക്ക് നാട്ടിൽ ഇഷ്ടം പോലെ ടൈപ്പ് കുറച്ച് വെറൈറ്റീസേ ഉള്ളൂ. ഇത് ഫ്രോസൺ ബർഗർ ആണേ. ഇത് കൂടുതൽ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്ക് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടും. അത് ജോലി കഴിഞ്ഞിട്ട് വന്ന് മടിയാണെങ്കിൽ ഇത് വാങ്ങിച്ചുകൊണ്ട് ജസ്റ്റ് ഓവനിലോട്ട് വെച്ചാൽ മതി. ഒരു 4-5 മിനിറ്റ് ഓവനിൽ ഇരുന്ന് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. കാര്യങ്ങളെല്ലാം പടപടയെന്ന് ഫുഡും കഴിച്ച് കിടന്നുറങ്ങാം ജോലി കഴിഞ്ഞ് വന്നിട്ട്. സോ നമുക്ക് സ്ട്രോബെറീസ് എടുക്കാം. ഞങ്ങൾ ബെറീസ് ഇവിടെ പല ടൈപ്പിലൊക്കെ കിട്ടുവേ. എല്ലാം ഉണ്ട്. റാസ്ബെറി, ബ്ലൂബെറി, ചെറി, സ്ട്രോബെറി, അങ്ങനെ എല്ലാ ടൈപ്പിലുള്ള ചെറീസും കിട്ടും. സോ നമ്മൾ സ്ട്രോബെറി എടുത്തു. സോ മഷ്റൂം എടുക്കണം ഇനി. സോ മഷ്റൂംസ് പല ടൈപ്പിലെ മഷ്റൂംസ് ഉണ്ട്. ഇത് നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന അല്ല, ഇത് ബട്ടർ മഷ്റൂം അല്ലേ ഈസ? എന്തോ ഈസ?
ഓക്കെ 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 ഓക്കെ. ഇത് ബ്രൗൺ മഷ്റൂം. ഇത് നമ്മൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ബ്രൗൺ കളർ മഷ്റൂം. ഇതാണ് നമ്മൾ വാങ്ങിക്കുക, സ്ഥിരം വാങ്ങിക്കുന്ന മഷ്റൂം അല്ലേ? അതെന്തുവാ? റാഡിഷ്. റാഡിഷ് റാഡിഷ് എന്ന് പറയുന്ന സംഭവമാണ് ഇത്. മലയാളം എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ടിട്ടില്ല, നാട്ടിൽ കണ്ടിട്ടില്ല വെജിറ്റബിൾ. കാണുമായിരിക്കും. ഇത് സ്പ്രിംഗ് ഓണിയൻ, നമ്മളെ സാധാ സ്പ്രിംഗ് ഓണിയൻ. സ്പ്രിംഗ് ഓണിയൻ ബീൻസ് ആണ്. സോ ബീൻസ് 2 ടൈപ്പ് ഉണ്ട്. ഇത് കുറച്ച് കൂടിയത്. ഇവിടെ ഒട്ടുമിക്ക ഫ്രൂട്ട്സും എല്ലാം കിട്ടുന്നുണ്ട്. അവക്കാഡോയും പല ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. ഞാൻ നാട്ടിൽ കുറച്ച് കാണാത്ത ടൈപ്പ് ഇവിടെ കാണാറുണ്ട്. പക്ഷെ ഞങ്ങൾ ചിലതൊന്നും വാങ്ങിക്കാറില്ല, ചിലത് വാങ്ങിക്കും. അതേതാ നമ്മളിത് 1-2 പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ള ഫ്രൂട്ടാണ്. മറ്റേ അതെ അതെ അത് കളർ അതേതാ? അത് കാക്കി എന്ന് പറയാം. അതിന് നല്ല സ്വീറ്റ് ആണേ, നല്ല സ്വീറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. നല്ല മധുരം. അത് കുറച്ച് ദിവസം വെച്ചിരിക്കണമായിരിക്കും, കുറച്ചും കൂടെ പഴുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ മാത്രമേ അത് കഴിക്കൂ, വീട്ടില്ലാത്ത കൊണ്ട് എപ്പോഴും വാങ്ങിക്കത്തില്ല. പിന്നെ പല ടൈപ്പില് കിവി ഉണ്ട്. 2 മാങ്ങ. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ഏറ്റവും നല്ലത്. ഇതത്ര ടേസ്റ്റ് ഇല്ല. ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഇതുവരെ വാങ്ങിച്ചിട്ടുള്ളതൊന്നും നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ആപ്പിൾസും പല ടൈപ്പിലും ഉണ്ട്. ഗ്രീൻ ആപ്പിളും റെഡ് ആപ്പിൾ, പിങ്ക് ലേഡി എന്ന് പറയുന്ന ആപ്പിളാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടം അതാണ്. പിള്ളേർക്കും ഇഷ്ടം അതാണ്. പിന്നെ അതുകൊണ്ട് വാട്ടർമെലൺ പല ടൈപ്പിലും ഉണ്ട്. ഇത് നമ്മള് ഹണി ഡ്യൂ ഇല്ലേ? ഹണി ഡ്യൂ അല്ലേ? എന്തിനാ പറഞ്ഞ? ഹണി ഡ്യൂ വാട്ടർമെലൺ. സ്വീറ്റ് മെലൺ ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു വലിയ ഓറഞ്ച്. അത് തന്നെ അത് തന്നെ. നമ്മള് വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. ഏതായാലും വേണ്ട, പിന്നെ വാങ്ങിക്കാം. കമ്പിളി നാരങ്ങ നാട്ടിലെ നമ്മള് സ്ഥിരമായിട്ട് വാങ്ങുന്ന കുറച്ച് ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട്. ഓറഞ്ച്. പക്ഷെ പൊതുവെ ഞാൻ കണ്ടിട്ടുള്ള ലിഡിലെക്കാട്ടി എനിക്ക് ടെസ്കോയിലെ ഫ്രൂട്ട്സ് ആണ് ഇഷ്ടം. അത് കുറച്ച് ദിവസം കൂടെ എനിക്ക് തോന്നുന്നു ഭയങ്കര പെട്ടെന്ന് യൂസ് ചെയ്യണം. അത് ഫിക്സ് ഡ്രൈഡ് ഫിക്സ് ആണത്. അത് നമ്മുടെ നാട്ടിൽ കിട്ടുമോ? കണ്ടിട്ടില്ല. ഇത് പഴം ഇവിടെ ഈ ഒരു ടൈപ്പ് പഴം മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. ഈ നമ്മുടെ നാട്ടിലെ റോബസ്റ്റ പഴം പോലത്തെ പഴമാണ്. ഈ ഒരു ടൈപ്പ് മാത്രമേ നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ടൈപ്പ് പഴം കിട്ടും, പക്ഷേ ഇവിടെ ഈ ടൈപ്പ് മാത്രമേ കിട്ടൂ. പിന്നെ വല്ലപ്പോഴും നമ്മൾ ഏഷ്യൻ ഷോപ്പിൽ പോകുമ്പോഴത്തേക്ക് ഏഷ്യൻ ഷോപ്പിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പാളയംതോടൻ പഴവും പിന്നെ അതാ മറ്റേ ഏത്തക്കയും വരാറുണ്ട്. ടൊമാറ്റോസ് പല കളറിലുള്ള ടൊമാറ്റോസ് ഉണ്ട്. പിന്നെ പെപ്പർ കണ്ടില്ലേ? പെപ്പർ ഇതെല്ലാം പല ടൈപ്പിലെ പെപ്പറാണ്. ഞാൻ പൊതുവെ അത് വല്ലപ്പോഴേ വാങ്ങിക്കാറുള്ളൂ. പിന്നെ ടൊമാറ്റോസ് വാങ്ങിക്കും. സോ അതുകൊണ്ട് പല കളറിലുള്ള ടൊമാറ്റോസ് ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് വാങ്ങിക്കുന്നത് സാധാ ചെറി ടൊമാറ്റോ എന്ന് പറയും, അതാണ് എനിക്ക് കുറച്ച് ഇഷ്ടം. സാലഡ് ടൊമാറ്റോ എന്ന് പറയുന്ന സാലഡ് ഇടുന്ന ടൊമാറ്റോസ് ഉണ്ട്. പിന്നെ പൈൻ ടൊമാറ്റോ എന്ന് പറയാം. ബാക്കി വെജിറ്റബിൾസ് സാധാ വെജിറ്റബിൾസ് നമ്മുടെ ക്യാരറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അവരുടെ പൊട്ടറ്റോ ഉണ്ട്, റാഡിഷ്, നമ്മൾ ഉള്ളി. ഇത് ചുമന്ന ഉള്ളിയും പിന്നെ വെള്ള ടൈപ്പ് ഉള്ളി. ഞാൻ ആദ്യം വെളുത്തുള്ളി വെളുത്തുള്ളി അല്ല വെള്ള ഉള്ളി നമ്മൾ ആദ്യം വാങ്ങിച്ചോണ്ടിരുന്നത്. പിന്നെ വെള്ള ഉള്ളിക്ക് ഭയങ്കര വെള്ളം കെട്ടി നിൽക്കും, നീര് വെള്ളം. നമ്മൾ വാങ്ങിക്കുന്ന ഈ ടൊമാറ്റോസ് 2 ഞാൻ ഇട്ടു. പിന്നെ ഇത് കോർഗ്രറ്റ്സ് എന്ന് പറയുന്ന സംഭവമാണ്. ഇത് നല്ലതാണ് തോരൻ വെക്കാൻ. ഞാനത് വാങ്ങിക്കും. സെബിന് വലിയ താല്പര്യമില്ല, പക്ഷെ നല്ല സാധനമാണ് കോർഗ്രറ്റ്. ഒരു കുക്കുംബർ പോലെ ഇരിക്കുന്നത് കാണാൻ. ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള ബീട്രൂട്ടാണ്. നമ്മൾ സാധാരണ മറ്റേ റോ ആയിട്ടുള്ള ബീട്രൂട്ട് വളരെ റെയർ ആയിട്ട് വരാറുള്ളൂ. ഇത് പംകിൻ, ഇവിടുത്തെ പംകിനാണ്. മത്തങ്ങ. ഇത് ക്യാബേജ്. ഇത് ചുവന്ന ക്യാബേജ്, റെഡ് ക്യാബേജ് എന്ന് പറയും. മറ്റേത് ഗ്രീൻ ക്യാബേജ്, നമ്മൾ സാധാ ക്യാബേജ്.
സോറി വൈറ്റ് ക്യാബേജ്, സാധാ ക്യാബേജ്. അത് ചെറിയ ഉള്ളിക്ക് പകരമാണ് ഷാലറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് സവാള ചെറിയ രൂപം എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് ഒന്നും വരാറില്ല. ചെറിയ ഉള്ളി നമ്മൾ വേണമെങ്കിൽ ഏഷ്യൻ ഷോപ്പിൽ നിന്ന് തന്നെ ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഏഷ്യൻ ഷോപ്പിൽ നിന്ന് ഞാൻ പറഞ്ഞു തന്നതാ, ഏഷ്യൻ ഷോപ്പിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, കുറച്ച് വെജിറ്റബിൾസ്, നമ്മൾ വെണ്ടയ്ക്ക അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് ഏഷ്യൻ ഷോപ്പിൽ മാത്രമേ കിട്ടൂ, ഇവിടെ കിട്ടില്ല. അത് ഇതൊക്കെ പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ട്. ഇവരുടെ മെയിൻ ആഹാരമാണ്. നമ്മൾ ചോറ് എങ്ങനെയാണോ കഴിക്കുന്നത് അതേപോലെയാണ് ഇവർ പൊട്ടാറ്റോ തിന്നുന്നത്. നമ്മൾ അത് തേയില എടുക്കാം അല്ലേ? തേയില ഉണ്ട്. ഉണ്ടോ? സോ ഞാനിതാ പ്രിഫർ ചെയ്യുന്നത് ലയൺസ്. വാങ്ങിക്കുമ്പം ലയൺസാണ് വാങ്ങിക്കുന്നത്, അതും റെഡ്, കുറച്ച് ഡാർക്കായിട്ടുള്ളത്. പിന്നെ കുറഞ്ഞതും ഉണ്ട്. എന്താണ്ട് ഫാലൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കുറഞ്ഞാണ്. ഇതിലേതോ ഒരു ടൈപ്പ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് അവർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് ഫാലൻസ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് ഇത് മേഡിൻ ഇതെല്ലാം തോന്നുന്നു. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഏതോ ഒരെണ്ണം നമ്മുടെ നാട്ടിൽ നിന്ന് മേഡ് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ വരാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം തോന്നുന്നു. പിന്നെ വീറ്റ് വേണോ? വീറ്റ് ടെസ്കോയിൽ നിന്ന് വാങ്ങിക്കാം. നമ്മൾ രാവിലെ പിള്ളേർക്ക് കൊടുക്കുന്ന സിറിയൽസ്, അത് കുറച്ചൊരു എളുപ്പം അതാണ്. അപ്പവും ഇഡ്ഡലിയൊക്കെ വല്ലപ്പോഴും വെക്കാനേ സമയം കിട്ടും. ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് പാലിൻ്റെ അകത്തോട്ട് ഇട്ടെടുത്താൽ മതി. പഞ്ചസാര എടുക്കണം. പഞ്ചസാര എത്ര എണ്ണം? 2 എണ്ണം. 3 എണ്ണം എടുക്കും. ഒരെണ്ണം എടുത്തു. ഈ സാറിന് എടുത്തേ, പഞ്ചസാര എടുത്തേ. അവനെ കൊണ്ടിരിക്കുന്നത് അത് പൊട്ടിപ്പോയാലോ? Come on. Good boy, Isa. ഈ മുട്ടയാണ്. നമ്മൾ മുട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ മുട്ടയെക്കുറിച്ച് തന്നെ ഒരു വ്ളോഗ് ചെയ്യാനുണ്ട്. പല ടൈപ്പിലുള്ള മുട്ടയല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഈ കോഴിയെ ഇവർ പല രീതിയിലാണ് അത് ഫാം ചെയ്യുന്നത്. ഒന്ന് കൂടുതൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട്, കോൺ മാത്രം കൊടുത്ത് കോൺ ഫെഡ് ആയിട്ടുള്ളതുണ്ട്, ഫ്രീ റേഞ്ചിൽ, അതായത് നമ്മൾ സാധാരണ അയ്യത്ത് മേയാൻ വിട്ടിട്ട് അവിടെ നിന്നുള്ള സാധാരണ ആഹാരങ്ങൾ മാത്രം കഴിച്ചിട്ടുള്ള കോഴികൾ. അങ്ങനെ പല ടൈപ്പാണ്. അതിൽ ഏറ്റവും പൈസ കൂടിയത് ഓർഗാനിക് എഗ്സിനാണ് ഏറ്റവും കൂടുതൽ പൈസ കൂടിയത്. പിന്നെ കോൺ ഫെഡ് അല്ലെങ്കിൽ മറ്റേ നമ്മളെ ഫ്രീ റേഞ്ച് അങ്ങനെയുള്ളതിനൊക്കെ പൈസ കുറച്ചുകൂടെ കുറവാണ്. ഏറ്റവും പൈസ കുറവ് സാധാരണ കോഴിമുട്ട. അതിനകത്ത് എനിക്കൊന്ന് അവർ കുറച്ചുകൂടെ ആർട്ടിഫിഷ്യൽ ഫുഡൊക്കെ കൊടുക്കുക, അതുകൊണ്ട് കോഴി ഇഷ്ടം പോലെ മുട്ട ഇടുന്നത്, അതുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ പൈസ കുറവ്. കാഷ്യൂ നട്ട് എടുത്തേക്കാം. ഇത് ഇവിടുത്തെ ഫിഷാണ്, ഫ്രോസൺ ഫിഷാണ്. അതുപോലെ മിക്ക സാധനം ഫ്രോസൺ ആയിട്ട് ഇവിടെ കിട്ടും കേട്ടോ. ഫിഷും ഫുള്ള് ഡയറി പ്രൊഡക്ട്സാണ്. ചീസും ബട്ടറും യോഗട്ട്, സ്ട്രോബെറി എല്ലാം. ഓരോന്ന് കൊടുക്കും ഓരോ ദിവസം. ഒരുപാട് ടൈപ്പ് ചീസുകളുണ്ട്. ആ യോഗട്ട് കേട്ടോ, നല്ല ചീസാ. കഴിക്കണം. എനിക്ക് ഇച്ചിരി വെയിറ്റ് ഉള്ളത് കൊണ്ട് കുറച്ച് വെയിറ്റ് ഇനി അധികം ചീസ് കഴിക്കേണ്ടതാ നല്ലത്. പിന്നെ ഇതെടുത്തോ യോഗട്ട് എടുത്തോ? ഇല്ല. ഇത് യോഗട്ട് ഡ്രിങ്ക്സ് ആണ് നമ്മൾക്ക് കുടിക്കാൻ, പല ഫ്ലേവറിലുള്ള. യോഗട്ടിനകത്തുണ്ട് അങ്ങനെ പല സാധനങ്ങൾ ഇട്ട് തിന്നുന്നത്. പാല് വേണ്ട നമ്മൾ കഴിക്കുക. എത്ര രൂപ കഴിക്കണേ? 2 രൂപ 45 സെൻറ്റ്. 2 രൂപ 45 എന്ന് പറയുമ്പോൾ ഏകദേശം 10-200 യൂറോ, 20 രൂപ നാട്ടിലത്തെ. കാണുന്നില്ല, അത് നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നതല്ല, ഏതായാലും വേറെ അവിടെ നിന്ന് വരുന്നതാണ്. എക്സ്ക്യൂസ് മീ ഡീൻ. ഒന്നും വേണ്ടേ? ഇവിടെ ഒരു സെക്ഷൻ, ഇങ്ങനത്തെ സെക്ഷനുണ്ട്, ഇലക്ട്രിക്കും ബാക്കി എല്ലാ ഐറ്റംസ് എല്ലാം വരുന്നത് കേട്ടോ. ചില സമയത്തൊക്കെ ലാഭത്തിന് കിട്ടും. പൊതുവെ ഇവിടെ ഉള്ള റേറ്റ് വെച്ച് ചോക്ലേറ്റ്സ് എല്ലാം ഉണ്ട് ഇവിടെ.
ഇത് ഫ്രോസൺ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ട്. എല്ലാ ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല, മിക്സർ വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം കിട്ടും. ഐസ്ക്രീംസ് കാര്യങ്ങളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഇത് ഫ്രോസൺ മിക്സ്ഡ് വെജിറ്റബിൾസ് ആണ്. ടേസ്റ്റ് നമ്മൾ ഇവിടെ നല്ലല്ല വാങ്ങിക്കുന്നത്, മറ്റേതാണ് വാങ്ങിക്കുന്നത്. അതുണ്ട് കുറച്ച്. പിള്ളേരുടെ വാങ്ങിക്ക്, പിള്ളേർക്ക് വേണോ? നല്ല വ്യത്യാസമുണ്ട്. ഇറങ്ങിപ്പോയാലും കുഴപ്പമില്ലാത്ത സാധനം അത്. പിന്നെ അത് 3 to 5 years അവർക്ക് ഉപയോഗിക്കാവുണ്ട്. എനിക്കത് വാങ്ങിക്കാം, തൽക്കാലം അവർക്ക് അത് ഉപയോഗിക്കാമല്ലോ. അവൾ തുപ്പോ നമ്മൾ ലിഡിലിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത കടയിൽ പോകാൻ ടെസ്കോയിലോട്ട്. ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് അതിനുശേഷം നമ്മൾ പൊതുവേ ചെയ്യുന്നത് ആദ്യമേ നമ്മൾ ലിഡിൽ ഇവിടുത്തെ സാധനം വന്ന് വാങ്ങി. ഇവിടെ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി പൈസ കുറവാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് സാധനം വാങ്ങി. ഇവിടെ നിന്ന് സാധനം വാങ്ങിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ടെസ്കോയിലോട്ട് പോകണേ. വണ്ടി കൊടുത്തു ശരിക്കും വണ്ടി അത് പിന്നീടാ ഇരുന്നോ, നീ ഇരുന്നോ, തിരിച്ചിരുന്നോ. ഓക്കെ അല്ലേ എന്നിട്ട് garlic paste പല ടൈപ്പ്. ഹായ് ഫ്രണ്ട്, ഫണ്ണി ബണ്ണീസ് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. എല്ലാം എല്ലായിടത്തും കിട്ടുന്ന സാധനങ്ങളാണ്, നമ്മുടെ നാട്ടിലും കിട്ടുന്ന സാധനങ്ങളാണ്. ഇതങ്ങനെ വാങ്ങിച്ച് കൊടുത്തിട്ടില്ല പിള്ളേർക്ക് ഇതുവരെ. വീട്ടിൽ ഉണ്ടാക്കുന്ന തന്നെ വാങ്ങിച്ചെടുക്കുന്നത്, വീട്ടിൽ ഉണ്ടാക്കി തന്നെ കൊടുത്തിട്ടുള്ളൂ. മതി അതിൻ്റെ അടുത്ത് നക്കണ്ട. ഇപ്പോഴും നല്ല സാധനമാണ്, നല്ല സാധനമാണ്. ഫോറൻ എനിക്കിഷ്ടമാണ്. അതായത് നമ്മൾ വേസ്റ്റ് ബാഗ് ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മൾ തീ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ അതിൽ കിൻഡിൽസും ഈ ഇതെല്ലാം നമ്മൾ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം. ഡിഷ് വാഷർ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഡിഷ് വാഷർ നമ്മൾ ടെസ്കോടെ ബാക്കി ടെസ്കോടെ ഒന്ന് വാങ്ങിച്ചത്. ടെസ്കോ 2 ഇതുണ്ട്. ഇത് 36 രൂപ 67, ഇതൊരു 13.47. പിന്നെ ഈ ലിഡിലിന്ന് വാങ്ങിച്ചത് 43 രൂപ 29 സെൻറ്റ്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ഒരു 93 യൂറോ ആയി. 93. അപ്പോൾ ഇത് 15 ദിവസത്തേക്കാണ്. ഇപ്പോൾ 93 × 93 എന്നുള്ള രീതിയിൽ കണക്കെടുക്കണം. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 189 190 യൂറോ കിട്ടും. സോ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇത് സാധനം എന്ന് പറയുന്നത് നമ്മൾ പല ഫാമിലിയിലും പല രീതിയിലുള്ള കണക്കായിരിക്കും. വലിയ വ്യത്യാസങ്ങളുള്ള ഒരു ഏകദേശ കണക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചു ഇവിടെ എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ചിലവും കാര്യങ്ങളും, ഫുഡൊക്കെ നമുക്ക് എത്ര ചിലവ് വരും, നമ്മൾ റെൻറ്റിന് എത്ര ചിലവ് വരും എന്നൊക്കെ കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏഷ്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് കാണിച്ചു, നമുക്ക് ഇവിടെ എന്തൊക്കെ സാധനം കിട്ടുമെന്ന് കാണിച്ചു.
പിന്നെ നമ്മളിവിടെ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മളിവിടെ ഉള്ള സാധാ കടയിൽ നിന്ന് സാധാ കടയിൽ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു. അപ്പം നമുക്ക് ഏകദേശം ഒരു ചിലവെന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 570-600 യൂറോ ചിലവ് മാസം തോറും ഫുഡിന് മാത്രം, വീട്ടിലത്തേക്കുള്ള സാധനം മാത്രമായിട്ട് ചിലവ് വരും. അതിന് പുറമെ നമ്മൾ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നെങ്കിൽ അങ്ങനെ വേറെ ചിലവ് വരും. ഫുഡിൻ്റെ കാര്യം മാത്രമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ 67-600 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നാട്ടിലത്തെ ഏകദേശം ഒരു 50,000 രൂപ ചിലവ് വരും. പിന്നെ നാട്ടിലത്തെ നമ്മൾ കണക്ക് നാട്ടിലങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒന്നും വാങ്ങിച്ച് തിന്നാനോ ഒന്നും തോന്നത്തുമില്ല. നമ്മളിതെല്ലാം ഇവിടെ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. നമ്മളിതൊക്കെ ആഹാരത്തിനോട് ഇഷ്ടമുള്ള കാര്യം കാണത്തില്ലല്ലോ. നമുക്ക് ആഹാരം കഴിക്കണം, ഇഷ്ടമുള്ള ആഹാരം കഴിച്ച് നമ്മൾ മുമ്പോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹമുള്ള അതിന് വേണ്ടിയിട്ടാണല്ലോ കൂടുതലും കഷ്ടപ്പെടുന്നതെല്ലാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും രൂപയ്ക്ക് ആവും. പിന്നെ ഇതിലും പിടിച്ച് ജീവിക്കാൻ പറ്റും. അതൊക്കെ ഓരോരുത്തരും ഓരോ രീതി ജീവിക്കുന്നതിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ചിലവാകും, ഇതിനേക്കാളും കുറച്ച് ചിലവാക്കുന്നവരാണ്, ഇങ്ങനെ പോകുന്നവരാണ്. ഏകദേശ കണക്കാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അപ്പോൾ ഏകദേശം ഒരു 600 യൂറോ നമുക്ക് മിനിമം ചിലവ് വരും. അത് ഞാനിപ്പോൾ ഈ വാങ്ങുന്നതൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചാൽ ആ രീതി കൂടുതൽ വാങ്ങിച്ചാൽ ഇതിനെ കൂടുതൽ ചിലവാകും. ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ വേണമെങ്കിൽ നമ്മൾ ഏഷ്യൻ ഷോപ്പ് വേണമെങ്കിൽ ഫുള്ളി കട്ട് ചെയ്തിട്ട് നമുക്ക് ഫുൾ സാധനങ്ങൾ നമുക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മാത്രം വാങ്ങിക്കാം. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പം പല രീതിയിലാണ് പലർക്കും പല രീതിയിലുള്ള ഇഷ്ടങ്ങളാണ്. അപ്പോൾ മീൻ നമുക്ക് ഇവിടെ തന്നെ വാങ്ങിക്കാൻ പറ്റും. നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ തന്നെ വാങ്ങിക്കാം. പലരും പല രീതിയിലാണ് അവന് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഏകദേശ കണക്കാണ് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ നമുക്ക് അറിയാം ഏകദേശ കണക്ക് ഫുഡിൻ്റെ ചിലവ് ഇങ്ങനെയാണെന്നുള്ളത്.